ഇന്ന് നമ്മൾ പറയുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. യൂറിക് ആസിഡ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ആളുകൾക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, മത്സ്യ മാംസാദികൾ അധികരിച്ച് ഭക്ഷിക്കുക, അതുപോലെ ശരീരത്തിലേക്ക് വേണ്ടത്ര ജലാംശം ഇല്ലാതിരിക്കുക അഥവാ വെള്ളം കുടിക്കാതിരിക്കുക, കൂടുതൽ വ്യായാമം ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ യൂറിക് ആസിഡ് കൂടി വരികയും ശരീരത്തിന് നല്ല ബുദ്ധിമുട്ട്, അസ്വസ്ഥത വരികയും ചെയ്യുന്നു. അതിനെ എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത്, എന്താണ് ഒറ്റമൂലി ചികിത്സയിൽ അതിനുള്ള പ്രതിവിധി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരീരത്തിലെ കോശങ്ങളും നാം കഴിക്കുന്ന ചില ഭക്ഷണങ്ങളും അഥവാ പ്യൂറൈനുകൾ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക മാലിന്യമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. സാധാരണയായി ഇത് രക്തത്തിൽ കലരുകയും വൃക്കകൾ വഴി അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറത്തു പോകുകയും ചെയ്യും. ഇങ്ങനെ മൂത്രത്തിലൂടെ പുറത്തു പോകാതിരിക്കുന്നത് അമിതമായ വെള്ളം കുടിക്കാത്ത കാരണമാണ്. അമിതമായ വെള്ളം എന്ന് പറഞ്ഞാൽ ഏകദേശം പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഏകദേശം ഒരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. അത് നാരങ്ങ വെള്ളമാണെങ്കിലും നാളികേര വെള്ളമാണെങ്കിലും സാധാരണ വെള്ളമാണെങ്കിലും 2.5 ലിറ്ററിൽ കുറയാതെ ഒരു വ്യക്തി വെള്ളം കുടിക്കണം. അത് മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും പുറത്ത് പോകുകയും വേണം. അങ്ങനെ വെള്ളം കുടിക്കാതിരുന്നാൽ വേസ്റ്റുകൾ ശരീരത്തിൽ അടിഞ്ഞുകൂടി യൂറിക് ആസിഡ് ഉണ്ടാവാൻ കാരണമാകും. രക്തത്തിൽ ഇതിൻ്റെ അളവ് കൂടിയാൽ അത് സന്ധികളിൽ തരികളായി അടിഞ്ഞുകൂടും. ഇത് കഠിനമായ സന്ധിവേദനയും ഔട്ട് അഥവാ വൃക്കയിൽ കല്ലിനും കാരണമാകും. ഈ വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയാൽ സന്ധിവേദന അഥവാ കൈകാലുകളിലുള്ള കെണുപ്പുകൾ, ഈ കെണുപ്പുകളിൽ നീര് അടിഞ്ഞുകൂടുകയും ശക്തമായ വേദന വരികയും നടക്കാനും പിടിക്കാനും സാധിക്കാതെ നല്ല ബുദ്ധിമുട്ട് വരികയും ചെയ്യും. ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വെള്ളം കുടിക്കുകയും ചുവന്ന ഇറച്ചി അഥവാ മൂരി ഇറച്ചി, പോത്തിറച്ചി, അതുപോലെയുള്ള ഇറച്ചിയും വലിയ മത്സ്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ, തോട്ടിലുള്ള മത്സ്യങ്ങളല്ല, തോട് ഭാഗത്ത് നമുക്ക് കിട്ടുന്ന മത്സ്യങ്ങളല്ല, വലിയ മത്സ്യങ്ങളും മദ്യവും പുകവലിയും മറ്റുമൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കണം ഇതിന് മരുന്ന് കുടിക്കേണ്ടത്. ഇങ്ങനെ കുടിക്കുകയാണ് എങ്കിൽ പരിപൂർണമായിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. ഇതിനെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ഔഷധങ്ങളാൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം. ഇഞ്ചിയും പച്ചമഞ്ഞളും പട്ടയും 1 ഇഞ്ച് വലിപ്പം, ഗ്രാമ്പൂവ് ഒരു 3 എണ്ണം, കുരുമുളക് ഒരു 3 എണ്ണം, ഇവ ശരിക്ക് ചതച്ച് 4 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അതിനെ 3 ഗ്ലാസ്സാക്കി വറ്റിച്ച് ചെറു ചൂടോടെ 3 നേരം അതിനെ കുടിക്കുക. ഏറ്റവും നല്ലത് ഭക്ഷണത്തിൻ്റെ മുമ്പാണ്. കാലത്ത് ചായ കുടിച്ചതിന് ശേഷവും ഉച്ചക്ക് ഭക്ഷണത്തിൻ്റെ മുമ്പ്, രാത്രി ഭക്ഷണത്തിൻ്റെ മുമ്പ്, ഇങ്ങനെ തുടർച്ചയായി 15 ദിവസം കുടിക്കുക. ഇത് കുടിക്കുമ്പോൾ പഥ്യമായിട്ട് മത്സ്യ മാംസാദികൾ, മുട്ട പരിപൂർണമായിട്ട് ഒഴിവാക്കണം. വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇത് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക്
നാരങ്ങ വെള്ളം അല്പം ഉപ്പിട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ റെമഡി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല വിഷയങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ.